അല്ല ഗൈസ്, ഓണൊക്കെ ദാ പറയുമ്പോഴേക്കാട്ടോ വന്നിട്ടോ. അപ്പം നമ്മുടെ അവിടെ പൂക്കളിടാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് അവരൊക്കെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവന് മുടി വെട്ടണം പറഞ്ഞിട്ട് ഞങ്ങൾ മുടി വെട്ടാൻ തുടങ്ങി കേട്ടോ. ഇവന് എത്ര മുടി വെട്ടി നമ്മൾ കൊളാക്കി വിട്ടാലും പിന്നെ മൂപ്പളി നമ്മുടെ അടുത്തേക്ക് വരും കേട്ടോ. ഓണൊക്കെ അല്ലേ, അപ്പോൾ ചെക്കനൊന്ന് വെറൈറ്റി ആക്കി വിടാൻ പറഞ്ഞിട്ട് നമ്മൾ നേരെ ഫെയ്ഡൊക്കെ അടിക്കാൻ വേണ്ടി തുടങ്ങിയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വിളിച്ചിട്ട് എന്നെ കടയിലേക്ക് ആക്കി തരാറുണ്ട്. എന്നിട്ട് അമ്മേനെ കടയിലേക്ക് ആക്കി തിരിച്ചു വന്നപ്പോഴേക്കും പൂക്കളെ ഏറെക്കുറെ പകുതി കേട്ടോ. പിന്നെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചെക്കന്മാർ കാര്യമായിട്ട് അവൻ്റെ തലയിൽ എന്തോ കാട്ടുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മൂപ്പളി ചിരിച്ചിട്ട് മാറിയിരിക്കണോ, എന്തോ കാട്ടി കൊളാക്കി വെച്ചിട്ടുണ്ട്. അവസാനം നമ്മൾ എന്തൊക്കെ കാട്ടി ഒപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ചെക്കൻ്റെ തല നോക്കി നോക്കി, നിങ്ങൾ തന്നെ ഒന്ന് പറയുക എങ്ങനെ ഉണ്ട് എന്ന് അവിടെ മുടിവെട്ടില്ല. അങ്ങനെ ഞാൻ മുടിവെട്ടലൊക്കെ കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ വന്നിട്ട് ഈ 9 മണിക്ക് പണിക്കണം അമ്മ എത്ര സാധനങ്ങൾ എങ്ങനെ ഉണ്ടാക്കണം നിൽക്കൊരു പിടുത്തല്ലേ. ഞാനൊരു ചായ ഉണ്ടാക്കുമ്പോൾ തന്നെ അരമണിക്കൂർ. പിന്നെ കൂട്ടുകാരൻ വിളിച്ചപ്പോൾ ഞാൻ കൂട്ടുകാരൻ്റെ കൂടെ നേരെ അമ്പലത്തിൽ പോയിട്ടുണ്ട്. അവന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തെടുത്തിട്ട് വേറൊരു കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി. അവിടെ പോയപ്പോൾ ഈ കാണുന്ന ഡിസൈനാണ് അതിട്ടിരിക്കുന്നത്. ചെറിയൊരു വ്യത്യാസമുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ നേരെ പാടത്തേക്ക് ആയിട്ട് വിട്ടു. അപ്പോൾ പാടത്തുനിന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് വിട്ടു കേട്ടോ. അവിടെ പോയി കുറച്ച് ഫോട്ടോസ് എടുക്കുമ്പോഴേക്കും മഴക്കാർ വന്നു. അപ്പോൾ നേരെ നമ്മൾ വീട്ടിലേക്ക് തന്നെ വന്നു കേട്ടോ. അവൻ്റെ ആദ്യത്തെ പിച്ച് എടുക്കുമ്പോൾ തന്നെ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് ആൾക്കാർ ഓടി വന്ന് നോക്കിട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു പാട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ പാട്ട്? ഇനിൻ്റെ എത്ര കഴിവുകൾ കാണാൻ കിടക്കണം. ഇതിൻ്റെ പാട്ട് കേട്ടിട്ട് പോകുന്നില്ല കേട്ടോ. അവൻ ഊണയ്ക്കാൻ വീട്ടിൽ പോകാറുണ്ട് പോയതാ. എന്നിട്ട് നമ്മൾ ചെക്കന്മാർ സദ്യ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവന്മാരൊപ്പം വന്നിരുന്നിട്ട് സദ്യയും കഴിച്ചു കേട്ടോ. അവിടെ അങ്ങനെ സദ്യ കഴിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഇലയ്ക്ക് ചെറിയൊരു പ്രശ്നം. നോക്കുമ്പോൾ ഈ ചെക്കന്മാരെ എല്ലാം പുറം മറച്ചിട്ടാണ് ഇട്ടേക്കണേ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പറഞ്ഞിട്ട് ആ സദ്യയും കഴിച്ചിട്ട് നേരെ അവിടെ നിന്ന് നീറ്റോട്ടോ. അങ്ങനെ ഊണൊക്കെ കഴിക്കലുണ്ട്. ഞങ്ങൾ നേരെ ഈ പൂക്കളൊന്നും മോഡിഫൈ ചെയ്യുക വിചാരിച്ചിട്ടോ. അങ്ങനെ രൂപം മാറ്റി ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇതെങ്ങനെ ഉണ്ട് കാണാൻ മറ്റേനെക്കാട്ടി രസമില്ല അത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീടിനാണ്ട് വന്നപ്പോൾ കൂട്ടുകാരുടെ വീട്ടിൽ നിന്ന് പിന്നെയും പായസം വന്നു. ആ പായസം കുടിച്ചപ്പോൾ പിന്നെ നമ്മൾ ഫുള്ള് മപ്പായി. പിന്നെ അവിടെ ഇരുന്ന് കൂടുതലും അപ്പാവും പറഞ്ഞിട്ട് നമ്മൾ വേറൊരു കൂട്ടുകാരൻ്റെ അവിടെ ഓണപ്പരിപാടി ഉണ്ടായിട്ട് അത് കാണാൻ വേണ്ടി വന്നു കേട്ടോ. അപ്പോൾ ഈ ഫുട്ബോൾ കളി കഴിഞ്ഞിട്ട് നേരെ നമ്മൾ വടംവലി കാണാൻ പോയി. അങ്ങനെ വടംവലി കാണാൻ വന്ന് ഇന്നെ വടംവലിക്കാൻ കൂട്ടിയിട്ടോ. അപ്പോൾ നമ്മൾ ആദ്യത്തെ വലിയിലിനെ ഒറ്റയടിക്ക് അവരുടെ അടുത്ത് എത്തിയിരിക്കണം. പിന്നെ നമ്മൾ രണ്ടാമത്തെ വലി നമ്മൾ പിടിച്ചു നിന്നു കേട്ടോ. രണ്ടാമത്തെ വലി നമ്മളാ ജയിച്ചത്. പിന്നെ മൂന്നാമത്തെ വലി നമ്മൾ എങ്ങനെയൊക്കെ കുറച്ചു നേരം പിടിച്ചു നിന്നു, എന്നാലും തോറ്റുപോയി കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അപ്പം ശരി എന്നാൽ.